എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച CI പ്രതാപ് ചന്ദ്രനെതിരെ നേരത്തെയും പരാതികൾ. പാലക്കാട് സ്വദേശിയായ യുവനടൻ സനൂപാണ് പ്രതാപ് ചന്ദ്രനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത്. 2023 രാത്രിയിൽ കലൂരിൽ വെച്ച വാഹനത്തിന്റെ രേഖകൾ ചോദിച്ച പോലീസ് എല്ലാം കൃത്യമായി നൽകിയിട്ടും മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പോലീസ് നടപടി ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതോടെയാണ് മർദ്ദനമുണ്ടായതെന്നും പോലീസ് ഫോൺ എറിഞ്ഞു പൊട്ടിച്ച ശേഷം മർദ്ദിച്ചുവെന്നും സനൂപ് പറയുന്നു. പോലീസിനെ ആക്രമിച്ചെന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തുവെന്നാണ് ആരോപണം. ഞങ്ങളെ റോട്ടിലോട്ട് നല്ലതല്ലേ എന്ന് വെച്ചാൽ നിങ്ങളെ ആരാ മർദ്ദിച്ചത്? പ്രതാപേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിയും അതേപോലെ ബാക്കിയുള്ള പോലീസുകാരും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ബാക്കിയുള്ള പോലീസുകാർ മറ്റേ ഒരു 4-5 പോയ ഒരു 6-7 പോലീസുകാരുണ്ടായിരുന്നു ടോട്ടൽ. ഇവർ മാറി നമ്മളെ ഇവനെ ആദ്യം തല്ലുന്നു, മറ്റേ ചുമരിനോട് ചേർക്കുന്നു. അതിനുശേഷം ഇവർ എന്നെ വന്നിട്ട് എന്നെ തല്ലിയിട്ട് എന്നെ ഇതേപോലെ കൊണ്ടുപോയി ചേർക്കുന്നു, വീണ്ടും തല്ലുന്നു. അതിനുശേഷം നേരെ അവിടെ കിടക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വലിച്ചിട്ട് മറ്റേ പോലീസ് ജീപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് റോട്ടിലിട്ടിട്ട് തല്ലി. അവിടുന്ന് ഇവനെ രാഹുലിൻ്റെ ബൂട്ടിട്ട് ചവിട്ടി ലാത്തിക്ക് വെച്ചിട്ട് പിന്നെന്ന് കുത്തുകയും ചെയ്തു. എന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഡോറിൻ്റെ ഇതുണ്ടല്ലോ, മറ്റേ ആ വണ്ടി അതാ ബൊലേറോൻ്റെ പിന്നിൽ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഇവരിങ്ങനെ അടക്കായിരുന്നു. എന്നുവെച്ചാൽ നമ്മളൊരു തെറ്റും ചെയ്യാണ്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, സാറേ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് വെച്ചാൽ നാട്ടുകാർ നോക്കിയൊക്കെ പറയണത് നീയൊക്കെ കള്ളും കഞ്ചാവ് അടിച്ചിട്ട് പോലീസിൻ്റെ വെക്കിട്ട് കയറുമെന്നാണ് പറയണത്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ഈ പോലീസുകാരൻ ഇതാദ്യമായിട്ടല്ല ആക്രമിച്ചത് എന്നുള്ളതിന്റെ കൂടുതൽ പരാതികൾ പുറത്തു വരുമ്പോൾ പാലക്കാടുള്ള സനൂപ് പറയുന്നത് എന്താണ്? ഈ സംഭവത്തിന് ശേഷം കൂടുതൽ പരാതിക്കൊന്നും പോയില്ല എന്നാണോ? സ്മൃതി, സംഭവത്തിന് ശേഷം സനൂപ് നിയമപോരാട്ടം നടത്തുന്നതാണ്. അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിൽ പ്രതാപ് ചന്ദ്രനെതിരെ കേസ് കൊടുക്കുകയും അതിന് നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയും ചെയ്തിട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ തന്നെ പരാതി നൽകി. അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രതാപ് ചന്ദ്രനെതിരെ ഇപ്പോൾ ഉയർന്ന അല്ലെങ്കിൽ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നേരത്തെയും പല സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയിൽ അതിൽ